Okay. Okay, fine. I continue. So, how to start talking with a person or a stranger? Okay, right. എങ്ങനെയാണ് നമ്മൾ ഒരാളായിട്ട് സംസാരം തുടങ്ങേണ്ടത്? See, just you can look at his face. Okay, I didn't want to ask some question. Self-introduction കൊടുക്കാണ് സാധാരണ ചെയ്യാം. I am so and so. So and so means I am Fulan, right? I am Fulan. I am from this place. Then you can ask, where are you from? നിങ്ങൾ എവിടുന്നാണ്? നിങ്ങൾ എവിടുത്തുകാരനാണ്? Where are you from? Where are you from? Okay, if he is interested, he will give you a reply. അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും ഇതിന് റെസ്പോണ്ട് ചെയ്തോളൊന്നുമില്ല. അപ്പോൾ അത് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ okay, you can continue the talk. Okay, now നമ്മുടെ കാര്യം that's self introduction. നമ്മളെ പറ്റിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. And I am from Calicut. So I am a doctor. These are all the ways. സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കുറെ സിറ്റുവേഷണൽ ഇംഗ്ലീഷ് ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സെൽഫ് ഇൻട്രഡക്ഷൻ. അത് നമ്മുടെ സിലബസിലുണ്ട്, സെൽഫ് ഇൻട്രഡക്ഷൻ. അതുപോലെ തന്നെ മറ്റൊരാളെ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഹൗ ടു ഇൻട്രൊഡ്യൂസ് സംബഡി ടു സംബഡി. ഒരാളെ മറ്റൊരാൾക്ക് എങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. all these things are included in the syllabus. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സിലബസിൽ വസ്തുക്കൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. alright, നമ്മൾ 4 ചേരുവകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 4 ഭാഷാ ചേരുവകൾ, അതിലേക്കാണ് ഞാൻ വരുന്നത്. 4 ഭാഷാ ചേരുവകളിൽ 4 ഭാഷ ചേരുവകൾ. അതില് ഒന്നാണ് വാക്കുകൾ ആണുള്ളത്. മറ്റൊന്ന് പ്രയോഗങ്ങളാണ്. ഈ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾക്ക് മനസ്സിലാകണമെന്ന് നമുക്ക് എന്താണ് ഈ പ്രയോഗം എന്ന് പറഞ്ഞാൽ. വാസ്തവത്തിൽ നമ്മൾ വാചകങ്ങൾ എന്നാണ് പറയാറുണ്ട്. പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താവാം? ഒരു പ്രയോഗം ഒരു വാക്കാവാം. യൂസേജ് അതിന്റെ ഉച്ചാരണം പലപ്പോഴും you want to ask some question? Okay, keep your hand there. Let me finish this and I will answer your queries. Usages 3 എണ്ണമാകാം. ഒന്ന് a word, ഒരു വാക്കാവാം. യൂസേജ് ഒന്നൊരു വാക്കാവാം. ഉദാഹരണത്തിന് നമ്മൾ ഒരാൾ ചോദിക്കുന്നു, ആർ യു ഗോയിങ് ടു കാലിക്കറ്റ്? യെസ്. അതൊറ്റ വാക്കേ ഉള്ളൂ. യെസ്, ഐ ആം ഗോയിങ് ടു കാലിക്കറ്റ് എന്നാണ് അവിടെ. ഒരു ഫുൾ സെന്റൻസ് ഉണ്ട്, പക്ഷെ അത് പറയേണ്ട ആവശ്യമല്ല. അത് ഒറ്റ വേർഡ് കൊണ്ട് തന്നെ നമുക്കൊരു പ്രയോഗം നടത്താം. ഒരു വാക്കാവാം യെസ്, അല്ലെങ്കിൽ നോ. യെസ്, ഓക്കെ, ഓക്കെ, പറയാം ഓക്കെ. അപ്പോൾ ഒന്നുകിൽ ഒരു വാക്കാവാം. ഒരാൾ വലിയൊരു ചോദ്യം ചോദിച്ചു, നമ്മൾ പറയുന്നത് ഒറ്റ വാക്കുകൊണ്ട് ഒരു പ്രയോഗമാകാം. അല്ലെങ്കിൽ രണ്ടാമത്തത് ഇറ്റ് കൻ ബി എ ഫ്രേസ് ആവാം. somebody can type the text. phrase, PHRASE, phrase. ഒരു ഫ്രേസ് ആവാം. That's why ഫ്രേസ് എന്ന് പറഞ്ഞാൽ വാചകമല്ലാത്ത പദക്കൂട്ടം. വാചകമല്ലാത്ത പദക്കൂട്ടം എന്നാണ് ഇതിനർത്ഥം. That's why നൗഫൽ ശരി തന്നെ വാചകമല്ലാത്ത പദക്കൂട്ടം എന്നാണ് അർത്ഥം. ഫ്രേസിന്റെ അർത്ഥം അതാണ്, വാചകമല്ലാത്ത പദക്കൂട്ടം. 2 തരം പദക്കൂട്ടങ്ങളുണ്ട്. ഒന്ന് വാചകമായ പദക്കൂട്ടം, ചിലത് വാചകമല്ലാത്ത. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് when will you come? നിങ്ങൾ എപ്പോഴാണ് വരിക എന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചു. അപ്പം മറുപടി പറയുന്നു ഇൻ ദ ഈവനിങ്. അതൊരു ഫ്രേസാണ്, അതൊരു വാചകമല്ല. ഇൻ ദ ഈവനിങ്.
in the evening at 5 o'clock. വൈകുന്നേരം 5 മണിക്ക്. That's why. When will you come? അതൊരു വാചകമാണ് വാസ്തവത്തിൽ. മൂന്നാമത്തത് ഒരു ഫ്രേസ് ഉണ്ടാകാം, ഒരു സെന്റൻസ് ആവാം, ഒരു വാചകമാവാം, ഒരു സെന്റൻസ് ആവാം. So when you will come എന്നുള്ളത്, when will you come എന്നുള്ളത് is a sentence. So നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഒരു ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്നുകിൽ ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു ഫ്രേസ്, അല്ലെങ്കിൽ ഒരു സെന്റൻസ്. ഇത് ആവശ്യത്തിനനുസരിച്ച് നമ്മളെടുത്ത് ഉണ്ടായിരിക്കണം. അപ്പോഴേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. കുറെ വാക്കുകൾ കൊണ്ട് കാര്യമൊക്കെ ഒപ്പിച്ചെടുക്കാം, പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇനി ഞാൻ കുറച്ച് ഫ്രേസുകൾ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നിങ്ങൾ സാധാരണ ഫ്രേസുകളല്ല, യൂസേജസ്. ഈ ഫ്രേസ് എന്ന് ഒരു ലൂസായ അർത്ഥത്തിന് യൂസേജിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്രഷൻസ്. യൂസേജിന്റെ ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നത് എക്സ്പ്രഷൻസ് എന്നാണ്. മലയാളികൾ എക്സ്പ്രഷൻ എന്ന് ഉച്ചരിക്കുന്ന സാധനമാണ്. അത് എക്സ്പ്രഷൻ എന്നാണ് അതിന്റെ ഉച്ചാരണം. എക്സ്പ്രഷൻ, എക്സ്പ്രഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു അതിനുവേണ്ടി മാത്രം ഒരു ബുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി ഞാൻ കുറച്ച് എക്സ്പ്രഷൻസ് പറയാം, നിങ്ങൾക്കത് പറയാൻ പറ്റുമോ എന്ന് നോക്കാം. ജസ്റ്റ് നിങ്ങൾ ആ മലയാളം എഴുതിയെടുക്കുക, എന്നിട്ട് നമ്മൾ സ്വയം എഴുതാൻ കഴിയുമോ എന്ന് നോക്കുക. എക്സ്പ്രഷൻ, ദാറ്റ്സ് വൈ. താങ്ക് യു. നിങ്ങളുടെ സഹോദരന് സുഖമാണോ? നിങ്ങളുടെ സഹോദരന് സുഖമാണോ? എല്ലാവരും എഴുതിയെടുത്തേക്കാം. പലർക്കും എനിക്കത് അറിയാമൊക്കെ തോന്നും, എല്ലാവർക്കും അറിയില്ലാമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ സഹോദരന് സുഖമാണോ? ആർക്കെങ്കിലും ഒന്ന് ടെസ്റ്റ് അടിക്കാമോ? എല്ലാവരും എഴുതിയെടുക്കാം. നിങ്ങളുടെ സഹോദരന് സുഖമാണോ? യെസ്. നിങ്ങളുടെ സഹോദരന് സുഖമാണ്. Nobody? Is your brother doing well? Is your brother? Okay. കാര്യങ്ങൾ അതുകൊണ്ട് നടക്കും. Is your brother? Is your brother? രണ്ട് ഈസ് വന്നു, തെറ്റി. Is your brother fine? എന്ന് ഏകദേശം ഒപ്പിക്കാം, പ്രശ്നമില്ല. രണ്ട് ഈസ് വന്നിട്ടുണ്ട്, പക്ഷെ ടൈപ്പ് ചെയ്തൊന്നും തെറ്റിപ്പോയതായിരിക്കാം. Right. Is your brother fine? Is your brother fine? Okay. ഇച്ചിരി കൂടി നല്ല യൂസേജ് എന്താ പറയുന്നത്? How is your brother? How is your brother? Do you find your brother? No. അതൊക്കെ മുന്നിലൊക്കെ കാര്യം തിരിയും. Do you find your brother എന്നൊക്കെ ചോദിച്ചാലും അതാ ഞാൻ പറയുന്നത്. തെറ്റിച്ചാലും കാര്യങ്ങൾ തെറ്റിക്കുമെന്ന് ആദ്യം പേടിക്കാൻ പാടില്ല കേട്ടോ. തെറ്റിച്ച് പറഞ്ഞോളൂ. ഞാൻ അന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളോട്. കോൺഫിഡൻസ് ആണ് ഇതിന് ആദ്യം വേണ്ടത്. എന്തിനുള്ള കോൺഫിഡൻസ്? ഇംഗ്ലീഷിൽ എഡിത്തം പിടിച്ച് പറയാനുള്ള ഹൗ ഇസ് യുവർ ബ്രദർ, ഹൗ ഇസ് യുവർ ബ്രദർ, ഹൗ ഇസ് യുവർ ബ്രദർ. യെസ്, ഹൗ ഇസ് യുവർ ബ്രദർ. ദാറ്റ്സ് വൈ. പിന്നെ നമ്മളിപ്പോ സാധാരണ ഹൗ ഈസ് യുവർ ബ്രദർ എന്ന് പറയും മലയാളികൾ. ശരിക്കും ഹൗ ഈസ് ആണ് വരിക. യോ എന്നാണ്, യോർന്നൊന്നും അല്ല. അത് അത്ര താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം പറയാൻ കേട്ടോ. അല്ലാത്തല്ല ഹൗ ഈസ് യുവർ ബ്രദർ എന്നൊക്കെ പറഞ്ഞോളൂ, നോ പ്രോബ്ലം. ഹൗ ഈസ് യുവർ ബ്രദർ, യോ എന്നാണ് ഉച്ചാരണം. ബ്രദർ, 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 ബ്രദർ അവസാനത്തെ ആൾ ഉച്ചരിക്കൂല. ബ്രദർ, ഹൗ ഈസ് യുവർ ബ്രദർ. ഓക്കെ, ഫൈൻ. ഇതെല്ലാവരും എഴുതി വെക്കുക. അടുത്തത്, നിങ്ങളുടെ തീവണ്ടി എപ്പോഴാണ്? നിങ്ങളുടെ തീവണ്ടി എപ്പോഴാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി എപ്പോഴാണ്? വണ്ടിയോട് ഉദ്ദേശിക്കുന്നത് തീവണ്ടി. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് തോന്നും, പക്ഷെ പറയാൻ കഴിയുമെന്ന് നോക്കൂ നിങ്ങൾ. When is your train? That's what. When is your train? When your train? When your train എന്ന് പറഞ്ഞത് കാര്യം തരും. അതിന് തെറ്റുണ്ട്, എന്നാൽ പോലും കാര്യം തരും. ശരിക്കിതാണ് when is your train.
when is your train? When your train ചോദിച്ചാലും കാര്യം തരും. പക്ഷെ അതിൽ ഒരു വാക്കിന്റെ കുറവുണ്ട്. തെറ്റിന് ചോദിച്ച് പറയാതിരിക്കരുത്, പറഞ്ഞോണം. സംസാര ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമ്മളെ വയസ്സെത്രയാണ് പറഞ്ഞെന്ന് ഓർമ്മണ്ട? വാട്ട് ടൈം ഈസ് യുവർ ട്രെയിൻ? ഓക്കെ, അതും കാര്യം നടക്കും. റൈറ്റ്. അറ്റ് വാട്ട് ടൈം ഈസ് യുവർ ട്രെയിൻ? ഓക്കെ, അതും കാര്യം നടക്കും. ഓക്കെ, 1.5. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണ്? എല്ലാവരും 1.5 വയസ്സാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾ കൂട്ടത്തിൽ വയസ്സ് മൂത്തോലും ഒക്കെ ഉണ്ടാവാം. ആദ്യമായി നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ വയസ്സ് 1.5. കാരണം ഏകദേശം 1.5 വയസ്സിലാണ് നമ്മൾ മലയാളം മാതൃഭാഷ സംസാരിച്ചു തുടങ്ങിയത്. അതിന്റെ താഴെ എന്ന് പറയുന്നവരുണ്ട്. ഫൈൻ. ഇനി വെൻ ഈസ് യുവർ ട്രെയിൻ? ഇത് എഴുതി വെക്കണം. നിങ്ങളുടെ വണ്ടി എപ്പോഴാണ്? റൈറ്റ്. പ്രാതലിന് എന്താണുള്ളത്? ഞാൻ പറയാം. ഇനി അധികം ടെസ്റ്റ് അടിച്ചൊന്നും നിങ്ങൾ ആയിക്കോണമെന്നല്ല, അടിക്കുമ്പോൾ കഴിച്ചാൽ മതി. പ്രാതലിന് എന്താണുള്ളത്? രാവിലെ നാസ്തക്ക് എന്താണുള്ളത്? വാട്ട് ഈസ് ദാറ്റ് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്? ഒരാളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? ഇറ്റ്സ് ഓൾ റൈറ്റ്. പക്ഷെ ഏറ്റവും നല്ലത് വാട്ട് ഈസ് ദാറ്റ് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ് ഒറ്റ വാക്കാണ്. വാട്ട് ഈസ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് എന്നാണ് അർത്ഥം വരിക. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അർത്ഥം. അതിന്റെ ഉച്ചാരണം വലിയ അബദ്ധത്തിലാണുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. അടുത്തത് വിച്ച് ഈസ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഏതാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന അർത്ഥം വരാം. ഏതാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് അർത്ഥം വരാം. ഓക്കെ. ദെൻ ചപ്പാത്തി മതിയോ? യെസ്, എനിബഡി? ഓക്കെ, ചപ്പാത്തി മതിയോ? ചപ്പാത്തി വിൽ ഡു. അത് സ്വരം കൊണ്ട് ചോദ്യമാക്കി മാറ്റാം. വിൽ ചപ്പാത്തി ഡു. ഓക്കെ, ചപ്പാത്തീസ് ഓക്കെ. അത് സ്വരം കൊണ്ട് ചോദ്യമാക്കുന്ന ഒരു രീതിയാണ്. അല്ലെങ്കിൽ ഈ ചപ്പാത്തി ഓക്കെ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം ചപ്പാത്തി എന്നുള്ളത് ഒരു ചോദ്യത്തെ ചോദിക്കുമ്പോഴും ഒരു ചോദ്യവാക്ക് ആദ്യം ഉണ്ടായിരിക്കണം. പിന്നെ പ്രസ്താവനാ വാചകം കൊണ്ട് സ്വരം കൊണ്ട് എന്താക്കാമോ അത് ചോദ്യമാക്കി മാറ്റാം. ഈ ചപ്പാത്തി ഓക്കെ, സോളായി. ഈ ചപ്പാത്തി ഓക്കെ. എനി മോർ ചപ്പാത്തി, ഇനിയും ചപ്പാത്തി വേണമെന്നാണ് എനി മോർ അതിന്റെ അർത്ഥം വരാം. ദിസ് ചപ്പാത്തി ഇടൂ. ഏത് മാവാൻ കേട്ടോ, ഇനി ഒന്ന് തന്നെ ആണോ നിങ്ങൾ വാശി പിടിക്കൊന്നും വേണ്ട. ഈ ചപ്പാത്തി ഒക്കെ ആണോ? ഒരാളെ യു ലൈക്ക് ചപ്പാത്തി, നിങ്ങൾക്ക് ചപ്പാത്തി ഇഷ്ടമാണോ എന്നതിന്റെ അർത്ഥം. യു ലൈക്ക് ചപ്പാത്തി. അസത്തിൽ സ്വരം കൊണ്ടൊരു ചോദ്യം വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ചോദിച്ചോളൂ. സ്റ്റാൻഡേർഡിന് വേണ്ടി പറയാണ്. ഡു യു ലൈക്ക് ചപ്പാത്തി? നിങ്ങൾക്ക് ചപ്പാത്തി ഇഷ്ടമാണോ എന്നാണ് അതിന്റെ അർത്ഥം വരിക. നിങ്ങൾ ചപ്പാത്തി ഇഷ്ടമാണോ എന്നാണ്. റൈറ്റ്. അതെനിക്ക് വിട്ടേക്കുക. എഴുതിയെടുക്കണം കേട്ടോ. അതെനിക്ക് വിട്ടേക്കുക. ലീവിച്ചുമി. അതെനിക്ക് വിട്ടേക്കുക. അത് നിങ്ങൾ തല പോകേണ്ടെന്നാണ്. ലീവിച്ചുമി. അതെനിക്ക് വിട്ടേക്കുക. ലീവ് ഇറ്റ് ഫോർ മീ എന്നല്ല, ലീവ് ഇറ്റ് ടു മീ. ലെറ്റ് മീ ചൂസ് എന്ന് ഞാൻ തെരഞ്ഞെടുക്കട്ടെ എന്നാണ്. ലീവ് ദാറ്റ് ടു മീ. ലീവ് ഇറ്റ് ടു മീ. അതെനിക്ക് വിട്ടേക്കുക. ഈസ് ഓൾ റൈറ്റ്. നോ, ഇറ്റ്സ് നോട്ട് ഓൾ റൈറ്റ്. നേരം വൈകുന്നു. It's getting late. It is getting late എന്നാണ്. അത് is getting late.
It's getting late. Time is over എന്ന് പറഞ്ഞാൽ ടൈം കഴിഞ്ഞു എന്നാണ്. Time is over എന്ന് പറഞ്ഞാൽ ടൈം കഴിഞ്ഞു എന്നാണ്. It's getting late. That's right. പുതുനഗരം. It's ഒരു അപ്പോസ്ട്രോഫീസ് വേണം എറ്റിന്റെ മുകളിൽ മാത്രം. Already late. നേരം വൈകി കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, എന്നാലും കാര്യമൊക്കെ തിരിയും. ടൈം ഈസ് ഗെറ്റിംഗ് ലേറ്റ് അങ്ങനെ ഒരു പ്രയോഗം ശരിക്കും ഇല്ല ഇംഗ്ലീഷിൽ. ഓരോ ഭാഷയ്ക്ക് അതിൻ്റെതായ പ്രയോഗങ്ങളുണ്ടല്ലോ. ടൈം ഈസ് ലേറ്റിംഗ്, നോട്ട് അറ്റ് ഓൾ. ലേറ്റിംഗ് എന്നൊരു ക്രിയ ഇല്ല. ലേറ്റ് എന്നത് വാസ്തവത്തിൽ അഡ്ജക്റ്റീവ് ഉണ്ടാവുന്ന ക്രിയ ഇല്ല. ഐ ആം ലേറ്റ്, എനിക്ക് നേരം വൈകുന്നു എന്നാണ് അർത്ഥം. ഓക്കെ ഓക്കെ, സോ റൈറ്റ്. നൗ ശക്തിയായി മഴ പെയ്യുന്നു. I am getting late. Okay, I am getting late. Adverb അല്ലേ? ആ ചോദ്യം ശരിയാണ്. I think so. പിന്നെ ഒരു വാക്കിൽ തന്നെ പലതുമായിട്ട് വരാം. Adverb ആവാം, noun ആവാം, adjective ആവാം, എല്ലാം ആവാം. ശക്തിയായി മഴ പെയ്യുന്നു. It is raining heavily. It's raining heavily. There is heavy rain. Okay, ശക്തിയായ മഴയുണ്ട്. Rain is strong. അതാണ് നമ്മൾ ഓരോന്നിനും പഠിക്കേണ്ടത്. ഓരോന്നിന്റെ കൂടെ ചേർക്കേണ്ട ഉചിതമായ പദങ്ങളുണ്ട്. ഇപ്പൊ റെയിനിങ് സ്ട്രോങ്ലി ആണ് ശക്തിയായി, അത് നേരെ മലയാളം മറിച്ചിട്ടതാണ് നമ്മള്. അതിനാ ഞാൻ പറയുന്നത് സ്പോക്കൺ മംഗ്ലീഷ്. റെയിനിങ് സ്ട്രോങ്ലി, ശക്തിയായി മഴ ചെയ്യുന്നു. വാക്കിനർത്ഥം ശരിയാണ്, പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല. ഇറ്റ്സ് റെയിനിങ് ഹെവിലി. യെസ്. ലേറ്റ് എന്നുള്ളത് എപ്പോഴും ഇറ്റ് ഈസ് നോട്ട് എ വേർബ്. നോ, ഐ ഡോണ്ട് തിങ്ക് സോ. വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചെക്ക് ചെയ്തേക്കാം. പാർട്സ് ഓഫ് സ്പീച്ച് ഏതാണെന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ ഉപകരിക്കും. ഹെവി റെയിൻ തന്നെ ശക്തിയായ മഴ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഹെവിക്ക് സാധാരണ നമ്മൾ ആദ്യം പഠിക്കുന്ന അർത്ഥം ഭാരമുള്ള എന്നാണ്. ഭാരമുള്ള എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് പരന്ന വായനയിലൂടെ ഈ പ്രയോഗങ്ങളൊക്കെ പഠിക്കാൻ കഴിയുള്ളൂ. ആളുകൾ ഇംഗ്ലീഷ് പഠിക്കാതിരിക്കാനുള്ള കാരണം പരന്ന വായന, ഇംഗ്ലീഷ് വായനയില്ല എന്നതാണ്. പരന്ന വായന വേണം. നിങ്ങളത് ഇന്നലെ ചെയ്തില്ലേ? നിങ്ങളത് ഇന്നലെ ചെയ്തില്ലേ? സ്ട്രോങ് റെയിനിങ് എന്നതൊന്നും ശരിക്കുള്ളൊരു പ്രയോഗമല്ല. മുന്നിലൊരാൾക്ക് കാര്യം തരും, മലയാളത്തിൽ തരും എന്ന് മാത്രം. നിങ്ങളത് ഇന്നലെ ചെയ്തില്ലേ? ഡിഡിന്റ് യു ഡു ഇറ്റ് യെസ്റ്റർഡേ? എഴുതിയെടുക്കണേ. നിങ്ങളത് ഇന്നലെ ചെയ്തില്ലേ? ഡിഡ് യു യെസ്റ്റർഡേ? ആ വാചകം തന്നെ ശരിയല്ല, തെറ്റാണ്. ഡിഡിന്റ് യു ഡു ഇറ്റ് യെസ്റ്റർഡേ? നിങ്ങൾ അത് ഇന്നലെ ചെയ്തില്ലേ? ഡിഡിന്റ് യു ഡു ഇറ്റ് യെസ്റ്റർഡേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന്? പക്ഷെ തെറ്റുമോന്ന് പഠിക്കാൻ പാടില്ല. യു ഹാവ് ഡൺ ഇറ്റ് യെസ്റ്റർഡേ. നിങ്ങൾ അത് ഇന്നലെ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ശരിയല്ലേ? അതെ. അതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഒരു പ്രസ്താവന വാചകം ഉപയോഗിച്ചിട്ട് പിന്നെ ഒരു ചോദ്യം ചോദിക്കുക. ഓക്കെ, നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? വിച്ച് ക്ലാസ് യു സ്റ്റഡി? കാര്യം തിരിയും, പക്ഷേ വാചകത്തിൽ ചില തെറ്റുകളൊക്കെ ഉണ്ട്. വിച്ച് ക്ലാസ് യു സ്റ്റഡി? പോരാ, വാചകത്തിൽ തെറ്റുണ്ട്. ഇൻ വിച്ച് ക്ലാസ് യു ആർ സ്റ്റഡിങ്? അതിന്റെ വാചകത്തിന്റെ തർത്തീബിൽ ചെറിയൊരു തെറ്റുണ്ട്. ഇൻ വിച്ച് ക്ലാസ് യു ആർ സ്റ്റഡിങ്? നോ, ആ ആറവത്തിന്റെ അപ്പുറത്തേക്ക് വെക്കണം. അൽഫജിരി. ഇൻ വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിങ്? ഇൻ വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിങ്? അതാണ് അതിന്റെ ശരിയായ രൂപം. ദാറ്റ്സ് വൈ ബാക്കി വെച്ചത്. സോറി, ഇൻ ക്ലാസ് വിച്ച് യു ആർ സ്റ്റഡിങ് ഒക്കെ കാര്യം തിരിയും കേട്ടോ. തൽക്കാലം അങ്ങനെ സംസാരിച്ച് തുടങ്ങിക്കൂടി. In which class are you studying? That's right. പുതുനഗരം അടിച്ചതാണ് ശരി.
In which class are you studying? In which class are you studying? That's right. പക്ഷേ ഒന്ന് നമ്മൾക്ക് തെറ്റ് പറ്റില്ല. പക്ഷെ തെറ്റ് സംസാരത്തിൽ പേടിക്കാനേ പാടില്ല കേട്ടോ. ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു, വിഡ്ഢിത്തം വിളിച്ചു പറഞ്ഞോളൂ. വിഡ്ഢിത്തം വിളിച്ചു പറഞ്ഞേക്ക്, അല്ലാതെ പഠിക്കാൻ കഴിയില്ല. അടുത്തത്, നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? How many brothers are you have? How many brothers for you? Okay, അതൊക്കെ ഈ അർത്ഥമൊക്കെ തിരിയും. That's right. തസ്ബീർ താജീജാണ്. How many brothers? ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. How many brothers do you have? How many brothers do you have? How many brothers do you have? That's it. And ശരിയായിരിക്കുക. How many brothers do you have? Okay, kindly a very big test. Right. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ഇതൊരു വട്ടം എഴുതിയെടുത്താൽ പോരാ. ഇത് പല വട്ടം നിങ്ങൾ സാധാരണ പറയാത്തതാണ് എങ്കിൽ 10 വട്ടം 20 വട്ടം അങ്ങനെ പറയേണ്ടി വരും നിങ്ങൾ. എന്നാലേ ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ തലയിൽ ഇത് പുറത്തു വരികയുള്ളൂ. സ്പോക്കൺ ഇംഗ്ലീഷ് പഠനത്തിന്റെ ഒരു ടോപ്പ് സീക്രറ്റ് ആണിത്. യെസ്, ആവർത്തിച്ച് ഒരു പുതിയ വാക്ക് പഠിക്കുകയോ ഒരു പുതിയ പ്രയോഗം പഠിക്കുകയോ ചെയ്താൽ ആവർത്തിച്ച് അതിങ്ങനെ വിടുക. യെസ്, അല്ലാതെ യാതൊരു ആളുകൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തതിന്റെ പല കാരണങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പൊ പലവട്ടം വായിക്കണം എഴുതി ചെക്കി മറന്നു. ചപ്പാത്തി മതിയോ? വിൽ ചപ്പാത്തിയിടൂ. വിൽ ചപ്പാത്തിയിടൂ. ചപ്പാത്തി മതിയോ? വിൽ ചപ്പാത്തിയിടൂ. അത് മതി എന്നുള്ള എന്താ പറയുന്നത്? ദാറ്റ് വിൽ ഡു. അത് മതി. ഈ മതി എന്നുള്ള രണ്ടർത്ഥത്തിലുണ്ട്. എനിക്ക് ഭക്ഷണം മതി എന്നുള്ള അർത്ഥത്തിലാണ് പറയണത്. അത് പറയാണ്. സഫിഷ്യന്റ് എന്നൊരു വാക്കുണ്ട്, ഇനഫ് എന്നുള്ള വാക്കുണ്ട്. ഇറ്റ്സ് ഇനഫ്. അത് മതി. വിൽ ചപ്പാത്തി ഇടൂ. ദാറ്റ്സ് റൈറ്റ്. ഇറ്റ്സ് ഇനഫ്. അത് മതി. ഇറ്റ്സ് ഇനഫ്. അത് മതി. അത് പറഞ്ഞാൽ അത്ര മതി എന്നർത്ഥം. ആ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ്സ് ഇനഫ്. യാ, അത്ര മതി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അവിടെ അത്ര എന്ന അർത്ഥമാണ്. ദാറ്റ്സ് ഇനഫ്. അത് മതി, അല്ലെ അത്ര മതി. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന് സമയം നോക്കാം. അതിന് ശേഷം പിന്നീട് നമുക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തർ എന്ത് ചെയ്തു എന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം പഠിപ്പിച്ചാൽ മാത്രം പോരല്ലോ, വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്ന് പോലും അധ്യാപകൻ അറിയണ്ടേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു ഇത്രയും ദിവസമായിട്ട് എന്ന് ഒന്ന് മൈക്കിലൂടെ തന്നെ ഒന്ന് രണ്ടാൾ പറയുമ്പോൾ ഒന്ന് കേൾക്കട്ടെ. ഒന്ന് കൈവയ്ക്ക്. യെസ്, ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യാം. എനിബഡി? Actually, I am first time in this. السلام عليكم ورحمة الله. Do you
hear my sound, then he, I mean Pudinagaram, took the mic. They do not hear any sound. So I read out it. Okay. I am Askar Ali. It is my name. I graduated from Baqiyatul Salihat. Now I am taking this. Okay, sir. If you see any mistake in my words, you can clear it. Okay, inshallah. I will take mic another time. Assalamu alaikum wa rahmatullah. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അത് കേൾക്കില്ല, സംശയമൊന്നും കാണുന്നില്ലല്ലോ. എന്താണ് ഇവരെ എന്തൊക്കെയാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്? ഒന്ന്, നിത്യവും നിങ്ങളിത് പഠിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഉച്ചത്തില് പറയൽ തന്നെയാണ്. ഉച്ചത്തിൽ പറയാം. പിന്നെ ഒന്ന് സ്വയം സംസാരിക്കുക. പ്രയോഗങ്ങൾ നമ്മൾ നിരന്തരമായി ആവർത്തിക്കുക. പഠിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് പാഷൻ ഫോർ ലേണിംഗ്. പാഷൻ ഫോർ ലേണിംഗ്. പല ആളുകൾ പഠിക്കാതിരിക്കാനുള്ള കാരണം അവർക്ക് പഠിക്കാനുള്ള ആവേശമല്ല. അതൊന്ന് എഴുതി വെച്ചേക്കൂ. പാഷൻ ഫോർ ലേണിംഗ്. പാഷൻ ഫോർ ലേണിംഗ്. പഠിക്കാനുള്ള ആവേശം. ദാറ്റ്സ് വൈ. അങ്ങനെ ഒരു ചടങ്ങായിട്ട് പേരിനിങ്ങനെ തീർന്നു മാത്രമേ ഉള്ളൂ. പാഷൻ ഫോർ ലേണിംഗ്. പഠിക്കാനുള്ള ഒരു ആവേശം. എത്ര നമുക്ക് ആവേശമുണ്ടോ? ആവേശം ഒരു മാനസിക വികാരമാണ്. അപ്പൊ ആവേശം നമുക്ക് പലപ്പോഴും ഇല്ല, പലർക്കും ഇല്ല. എല്ലാവർക്കും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പാഷൻ ഫോർ ലേണിംഗ്. പഠിക്കാനുള്ള ഒരു ആവേശം നമുക്ക് വേണം. അപ്പൊ നമ്മൾ പഠിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഭാഷ പഠിക്കാൻ ഒരു അതിബുദ്ധിയുടെ ആവശ്യമേ ഇല്ല. സംസാര ഭാഷ പഠിക്കാനുള്ള ഏറ്റവും വലിയ തത്വത്തിന്റെ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സംസാര ഭാഷ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തത്വം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഓർമ്മയുണ്ടോ? അഭിനിവേശം. ദാറ്റ്സ് റൈറ്റ്. പാഷന്റെ ഏകദേശം മലയാള അർത്ഥമാണത്. അഭിനിവേശം. എക്സ്പോഷർ. ദാറ്റ്സ് റൈറ്റ്. എക്സ്പോഷർ. എക്സ്പോഷർ. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഷ കേൾക്കാനും ശ്രവിക്കാനുമുള്ള അവസരം. കേൾക്കാനും ശ്രവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ ആർക്കും ഏത് ഭാഷയും സംസാരിക്കാം. ഗൾഫിലുള്ള നിങ്ങളൊക്കെ അറബി സംസാരം പഠിച്ചത് എക്സ്പോഷർ മൂലമാണ്. പക്ഷെ എക്സ്പോഷറിന്റെ തത്വം BEd പോലും പഠിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. എക്സ്പോഷർ. എക്സ്പോഷർ താല്പര്യം മറ്റാണ്. എക്സ്പോഷറാണ്. ഞാൻ പറയാം, മാതൃഭാഷ സംസാരിക്കാൻ പഠിക്കാൻ എങ്ങനെയാണ്? എക്സ്പോഷർ. ഗൾഫിൽ പോയവർ അറബി പഠിച്ചത് എങ്ങനെയാണ്? അറബി സംസാരിക്കാൻ പഠിച്ചത് എങ്ങനെയാണ്? അല്ലെ സംസാര അറബി പഠിച്ചത് എങ്ങനെയാണ്? എക്സ്പോഷർ.
ഇൻട്രസ്റ്റ് ഫോർ സ്റ്റഡി, ഇൻട്രസ്റ്റിനേക്കാളും കുറച്ചുകൂടി മുകളിലാണ് പാഷൻ കേട്ടോ. ഇൻട്രസ്റ്റ് സാധാരണ ഭാഷയാണ്, അതിനേക്കാളും മുകളിലാണ് വാസ്തവത്തിൽ പാഷൻ എന്ന വാക്ക്. ബോംബെയിൽ പോകുന്നവൻ ഹിന്ദി പഠിച്ചത് എങ്ങനെയാണ്? ഞാൻ ഹിന്ദി സംസാരിക്കാൻ പഠിച്ചത് ഞാൻ 6 കൊല്ലം നോർത്ത് ഇന്ത്യയിലായിരുന്നു. എക്സ്പോഷറിലൂടെ പഠിച്ചതാണ്. ആ എക്സ്പോഷറിന് വേണ്ടിയിട്ടാണ് ഞാൻ 6 പൊതു തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് സ്പോക്കൺ ഇംഗ്ലീഷ്. ഓർമ്മയിൽ വേണം നിങ്ങൾക്ക്. സ്പോക്കൺ ഇംഗ്ലീഷ് പഠനത്തിന്റെ അതിൽ ഒന്നാമത്തത് എന്താ പറഞ്ഞത്? ലിസൺ ലാവിഷ്ലി. ലിസൺ ലാവിഷ്ലി, ധാരാളമായി ശ്രവിക്കുക, ധാരാളമായി ശ്രവിക്കുക. ദാറ്റ്സ് വൈ ഷാർപ്പൻ ടു അടിച്ചു തന്നെ. റീഡ് വൈഡ്ലി, കൂടുതൽ ഒന്നുകൂടി കൂട്ടണേ. റീഡ് വൈഡ്ലി ആൻഡ് ലൗഡ്ലി, അതുകൂടി വേണം. സൈലന്റ് റീഡിങ് പോരാ, സൈലന്റ് റീഡിങ് പോരാ. റീഡ് വൈഡ്, ഞങ്ങൾക്ക് എഴുതിക്കുന്നോ എനിക്കറിയില്ല. റീഡ് വൈഡ്ലി ആൻഡ് ലൗഡ്ലി. ഓക്കെ, read widely and loudly. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഉറക്കെ വായിക്കുക എന്നത് ഭാഷ വികസിക്കാനുള്ള മറ്റൊരു സീക്രട്ടാണ്, സീക്രട്ട് പ്രിൻസിപ്പിൾ. പലരും ചെയ്യാറില്ല, സൈലന്റ് റീഡിങ്ങേ ചെയ്യാറുള്ളൂ. ഇത് രണ്ടും നിങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പൊ ഈ തത്വങ്ങള് നിങ്ങൾ പാലിക്കണം. പഠിക്കാൻ ഒരു നിശ്ചിത സമയത്ത് പഠിക്കാം. 2 രീതിയിൽ പഠിക്കാം. ഒന്ന് നിശ്ചിത സമയത്ത് പഠിക്കാം. യെസ്, പിന്നെ നമുക്ക് ഏത് സമയം അതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മളിപ്പോൾ അതിലെങ്ങനെയാണ് നടക്കുകയാണ്. 2 ആൾ ഇംഗ്ലീഷോട്ട് പറയുന്നുണ്ട്, അവരെങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കുക. അത് ഒരു പുതിയ വാചകം പറയുന്നത് കേട്ടു, അതൊന്ന് നോട്ട് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ചെയ്യാറുണ്ടോ ഇല്ല എന്നതാണ്. അതൊക്കെ പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. ഓക്കെ, ഇസ്മായിൽ മലബാർ എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇടയ്ക്ക് പൊട്ടിക്കോ, നോ പ്രോബ്ലം. ക്ലാസ് കഴിയുന്നവരെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ പിന്നെ എഴുത്തോളാം. ഞാൻ കുറച്ച് വാചകങ്ങൾ തന്നിട്ടുണ്ട്, 10 വാചകം. ആ വാചകങ്ങൾ നിങ്ങൾ പലവട്ടം എന്താക്കണം, ഉറക്കെ പറയണം എന്ന കാര്യം സൂചിപ്പിക്കുന്നു. 6 തത്വങ്ങൾ. ഇവ നിങ്ങൾക്ക് എന്തൊക്കെ കേൾക്കാം? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തൊക്കെ വായനയിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം? വായനയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഒരു നിഘണ്ടു നിർബന്ധമായും ഓരോരുത്തരെയും കയ്യിലുണ്ടായിരിക്കണം. എത്ര പേരെ കയ്യിൽ നിഘണ്ടുണ്ട്? ഒരു ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു. ചിലരുടെ ഈ ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് മാത്രമാണ് ഉണ്ടാവുക. ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് മതിയാവില്ല. ഐ ഹാവ്. ഓക്കെ, അപ്പൊ ഒരു നിഘണ്ടു വേണം. പിന്നെ ഒരു മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു വേണം. നെറ്റിലുണ്ട്. ഓക്കെ, നെറ്റിലുണ്ടെങ്കിൽ എപ്പോഴും നെറ്റ് കിട്ടൂലല്ലോ. ഐ ആൾസോ ഹാവ്. ദാറ്റ്സ് ഗുഡ്. നെറ്റ് എപ്പോഴും കിട്ടില്ലല്ലോ. ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. അപ്പം അങ്ങനെ നിഘണ്ടു വേണം. ഇംഗ്ലീഷ് മലയാളം ഇപ്പൊ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് രാമലിംഗപിള്ളയുടെ ഇതാണ്. ഓക്കെ, ഇംഗ്ലീഷ് മലയാളം മറവി എത്രമാത്രം വാക്കുണ്ടാവും എന്നതാണ്. രാമലിംഗപിള്ളയുടെ നിഘണ്ടുവാണ് ഡിസിബിസ് പ്രസിദ്ധീകരിച്ചത്. ദാറ്റ്സ് റൈറ്റ്, ഏറ്റവും നല്ലത്. ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷാണ് നല്ലത്.
advanced learners dictionary of current English. സാധാരണ ഡെയിലി ക്ലാസ് പറയുന്നത് 7 മണിക്ക് തന്നെയാണ്. 7 മണിക്കാണ് ക്ലാസ് പറയുന്നത് ഇന്ത്യൻ ടൈം. ഇതിനെ ഓക്സ്ഫോർഡ് എന്ന് പറയാറുണ്ട്. അതിന്റെ ഉച്ചാരണം ഓക്സ്ഫർഡ് എന്നാണ്. ഓക്സ്ഫർഡ്. അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി ഓഫ് കറന്റ് ഇംഗ്ലീഷ്, അതാണ് വളരെ പോപ്പുലർ ആയിരിക്കുന്ന ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് ഡിക്ഷണറി. ഇതുപോലെ ഒരു മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിയും നിങ്ങൾ വാങ്ങണം. രണ്ട് നിഘണ്ടു നിർബന്ധം. എന്നങ്ങനെ വാങ്ങാനില്ലാത്തവര് വാങ്ങാനുള്ള ഡേറ്റ് നിശ്ചയിക്കും. നിഘണ്ടു നിർബന്ധമായിട്ട് ഉപയോഗം. അത് വാങ്ങണം. I already have this too. That's fine. Yusuf Rafiq, Riyad. Good. വാങ്ങണം. നിങ്ങൾ എന്ന് ഡേറ്റ് നിശ്ചയിക്കണം. ഡേറ്റ് നിശ്ചയിച്ചെങ്കിലേ നിങ്ങൾ വാങ്ങുള്ളൂ. ഓക്കെ. Now ഇനി നിങ്ങൾക്ക് ചെയ്യാം. I bought it, sir. That's fine. Good. ഇനി അത് വാങ്ങിയാൽ പോരാ. ഞാനോട് പറഞ്ഞിട്ടുണ്ട് ധാരാളമായി എഴുതണം എന്ന്. നിഘണ്ടു എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും വായിക്കുന്ന സമയത്ത് അർത്ഥം അറിയുന്നില്ല എങ്കിൽ നിഘണ്ടു നോക്കണം. നിഘണ്ടു നമുക്ക് എന്തൊക്കെ കിട്ടും അറിയാം നിങ്ങൾക്ക്? ഒന്ന് വാക്കിന്റെ സ്പെല്ലിംഗ് കിട്ടും. വാക്കിന്റെ സ്പെല്ലിംഗ് ഓക്കെ. ഓൺലൈൻ ഡിക്ഷണറി നോ പ്രോബ്ലം. കറണ്ട് വേണം. അല്ലെങ്കിൽ ഫോണിൽ ആളുകൾ നിഘണ്ടു ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനത്തെ ഫോൺ സൗകര്യം ഉണ്ട്, അതിലേക്കാക്കാം. ഓഫൺലി എന്നില്ല, ഓഫൺ എന്ന് മതി. അഡ്വേർബ് ഓഫൺ എന്ന് മതി. ഓഫൺ ഐ റെഫർ ഓൺലൈൻ ഡിക്ഷണറി. ഡിക്ഷണറിയുടെ സ്പെല്ലിംഗിൽ തെറ്റുണ്ട്. ഡിക്ഷണറി എന്നാണ് ഉച്ചരിക്കുക. NARY എന്നാണ് ഡിക്ഷണറി. സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ. നിഘണ്ടു നോക്കുക എന്നത് ഒരു ശീലമാകണം. ഡിക്ഷണറി. ദാറ്റ്സ് റൈറ്റ്. അത് ഉച്ചരിക്കുമ്പോൾ ഇല്ലാന്ന് കരുതി ഉച്ചരിച്ചാൽ മതി. ഡിക്ഷണറി. പക്ഷെ സ്പെല്ലിംഗ് എഴുതുമ്പോൾ വേണം. അപ്പം നമ്മൾ നിഘണ്ടു വാങ്ങണം. പക്ഷെ നിഘണ്ടു നോക്കുക എന്ന്. അപ്പൊ നിഘണ്ടു പിന്നെ മറ്റൊന്ന്, അത് ഏത് പദവകുപ്പുകളാണ് എന്ന് നമുക്കറിയാം. അറബിയിൽ നമ്മൾ പറയാറുണ്ട് കലിമത്ത് 3 സലാഹത്ത് അൻവാറാണ് കലിമത്തുകൾ എന്ന മാതിരി തന്നെ അറബിയിൽ 8 തരം വാക്കുകളുണ്ട്. ആർക്കെങ്കിലും അടിക്കാൻ പറ്റുമോ? പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് അതിന് പറയാം. പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച്. adjective, pronoun, yeah, EDC. Okay. Right. മുതലായവ. അറ്റന്നായിട്ടില്ലല്ലോ. ഞാനത് പഠിക്കാനുള്ള ഓർഡർ. കൺജക്ഷൻ, right, adverb, right, interjection, okay, right, conjunction, interjection,
ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. പ്രൊപ്പോസിഷൻ ഞാൻ അതിന്റെ ഓർഡറിൽ പറഞ്ഞുതരാം. അത് പഠിക്കാൻ നല്ലൊരു ഓർഡർ എഴുതിയെടുത്തോളൂ നിങ്ങൾ. നൗണ് കുറച്ച് ഒരു തെറ്റിയിലായ പഠിക്കാൻ എളുപ്പമാണ്. നൗണ്, പ്രനൗണ്, adjective, വേർബ്, ആറിന് ഉച്ചാരണമല്ല അവിടെ, വെർബ് എന്ന് പറയില്ല, വേർബ് എന്ന് പറയൂ. then adverb, noun, pronoun, adjective, that's right, then verb, adverb, preposition, preposition അടിച്ച preposition ആവും. Conjunction, not opposition, preposition, that's right, adil avad, preposition, that's right. Then conjunction, that's right. Then interjection, interjection. Noun, pronoun, adjective, verb, adverb, preposition, conjunction, interjection ആണ്. JE എന്നാണ്. JE, interjection. അത് നോക്കി. ഈ മലയാളം പറയല് നാമം, സർവനാമം, നാമവിശേഷണം, ക്രിയ, ക്രിയാവിശേഷണം, ബാക്കിയുള്ളതിനൊക്കെ മലയാളം ഒപ്പിക്കാൻ കുറച്ച് പണിയാണ്. ഏതായാലും 8 ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് പിന്നെ വാക്ക് എന്ന്, വാക്കിന്റെ ഏത് പദമാണ് എന്ന് കണ്ടു ഇന്ന് മനസ്സിലാക്കാം. പിന്നെ നല്ല നിങ്ങളുടെ വാക്കിന്റെ ഉച്ചാരണം ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് ആണെങ്കിൽ അതിൽ ഫൊണറ്റിക് ആൽഫബറ്റിലാണ് ഉച്ചാരണം ഉണ്ടാവുക. ഫൊണറ്റിക് ആൽഫബറ്റിൽ ഉച്ചാരണം ഉണ്ടാവും. പിന്നെ ചിലപ്പം ബഹുവചനങ്ങൾ കിട്ടും, പാസ്റ്റ് ടെൻസ് കിട്ടും. ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ നിഘണ്ടുണ്ട്. ഫൊണറ്റിക് ആൽഫബറ്റ്സ്, ഫൊണറ്റിക് ആൽഫബറ്റ് പഠിച്ചെങ്കിലേ നമുക്ക് കൃത്യമായ ഉച്ചാരണം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഫൊണറ്റിക് ആൽഫബറ്റ് ആർക്കെങ്കിലും ഇവിടെ അടിക്കാൻ സൗകര്യമുള്ളവരാരെങ്കിലും കലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഫൊണറ്റിക് ആൽഫബറ്റ് that is future, I don't know that. What is that? നെറ്റിന് കിട്ടുമത്. ഫൊണറ്റിക് ആൽഫബറ്റ് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിപ്പിക്കും. എന്നിട്ട് നമ്മൾ വാങ്ങേണ്ട വേറെ ഡിക്ഷണറി ഉണ്ട് ഉച്ചാരണം പഠിക്കാൻ വേണ്ടി. ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് ഡിക്ഷണറി എന്ന ഡിക്ഷണറി ഉണ്ട്, ഉച്ചാരണം മാത്രം. ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് ഡിക്ഷണറി, ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് dictionary. Daniel Jones. ആരെങ്കിലും കയ്യിലുണ്ടോ? എനിബഡി? അതും ഒന്ന് വാങ്ങേണ്ടതാണ്. എല്ലാ വാക്കുകളുടെയും ശരിയായ ഉച്ചാരണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഡാനിയൽ ജോൺസ് വേറെ അതുകൊണ്ട് പരീക്ഷണം വരേണ്ടതായിരുന്നു, ചെറുതാണ് വന്നിരിക്കുന്നത്. നെയിം ഓഫ് ദ ഡിക്ഷണറി, ദാറ്റ്സ് വൈ ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് ഡിക്ഷണറി. ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് ഡിക്ഷണറി. ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് ഡാനിയൽ ജോൺസ്, കറക്റ്റ്, ദാറ്റ്സ് റൈറ്റ്. പേരിന്റെ ആദ്യത്തെ അക്ഷരം എപ്പോഴും വലിയ അക്ഷരമായിരിക്കണം എന്നാണ് നിയമം. English Pronouncing Dictionary. അതിൽ എല്ലാ വാക്കുകളുടെ ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് ഡിക്ഷണറി ഉണ്ട്. ദാറ്റ്സ് റൈറ്റ്. ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് ഡിക്ഷണറി അതൊക്കെ ഗൾഫിലെടുത്ത് കിട്ടും. വേൾഡ് ഫേമസ് ആണിത്. പക്ഷേ അത് വായിക്കണമെങ്കിൽ ഈ 44 ഫൊണറ്റിക് അക്ഷരങ്ങൾ പഠിക്കണം.
അത് പഠിച്ചാൽ പിന്നെ ഓരോ വാക്കിന്റെയും ഉച്ചാരണം, ചിലപ്പോൾ സാധാരണ നല്ല ഡിക്ഷണറിയിലൊക്കെ ഈ ഫൊണറ്റിക് ആൽഫബറ്റ് വെച്ചുകൊണ്ട് ഉച്ചാരണം എഴുതിയിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ അതാരെങ്കിലും കയ്യിലുണ്ടോ? ഡാനിയൽ ജോൺസ് അല്ലാതെ തന്നെ നല്ല ഓക്സ്ഫോർഡ് ഡിക്ഷണറി അല്ല ലങ്മൻ ഡിക്ഷണറിയിൽ ഒരു വാക്കിന്റെ തൊട്ടടുത്ത് ഉച്ചാരണം ഉണ്ടാവും. ഇംഗ്ലീഷിൽ തൊട്ടടുത്ത് ഉച്ചാരണം ഉണ്ടാവും ഫൊണറ്റിക് ആൽഫബറ്റിൽ. അങ്ങനത്തെ ഡിക്ഷണറി ആരെങ്കിലും കയ്യിലുണ്ടോ? ശ്രദ്ധയിലുണ്ടോ? നോബഡി? സാധാരണക്കാരന് കഴിയുന്നത് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. 44 അക്ഷരമാണ് പഠിക്കാനുള്ളത്. ഞാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ ക്ലാസ്സിലുണ്ടത്. ഇലസ്ട്രേറ്റഡ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഡാനിയൽ ജോൺസ് ഇതുണ്ടാവും. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്താൽ മതി പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ഫൊണറ്റിക് ആൽഫബറ്റ് അടിച്ചു നോക്കുക. യൂട്യൂബിൽ കയറിയിട്ട് ഫൊണറ്റിക് ആൽഫബറ്റ്, അത് ഇന്റർനാഷണൽ ആൽഫബറ്റ് അടിച്ചു നോക്കുക. ഗൂഗിളിൽ കയറിയാലും ഒരുപക്ഷെ മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട്. ഗൂഗിള് സാധ്യതയുണ്ട്. ഒരു ശ്രമം നടത്തൂ, എന്നിട്ട് എനിക്ക് പറഞ്ഞു തരും. നമുക്ക് ഇംഗ്ലീഷിന്റെ ഓരോ വാക്കിന്റെയും ഞങ്ങൾക്കറിയോ, ഓരോ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കിന്റെയും ഉച്ചാരണം നമ്മൾ പഠിക്കുന്ന വേണം. നമ്മളെ മാഷന്മാര് ഒക്കെ നമ്മളെ തെറ്റിച്ചായിട്ടാണ് ഉച്ചാരണം മുഴുവൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ മാഷന്മാർ അവരെ അങ്ങനെ പഠിപ്പിച്ചു വെച്ചു. അതുകൊണ്ട് നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും ചെയ്യും. അതാ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ആരെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ? സംശയം മാത്രമല്ല, ഞാൻ ഇന്നത് ചെയ്യൂന്ന് പറയും. നിങ്ങൾ ഇത്രയും ദിവസത്തിന് ശേഷം ഇത് കേട്ടിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി ഇന്നത് ചെയ്യുന്നുണ്ട്. കാരണം പഠിപ്പിക്കുന്ന അധ്യാപകന് ഒരു പ്രചോദനം കിട്ടണമെങ്കിൽ വിദ്യാർത്ഥികൾ പഠിക്കണ്ടേ? വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ അധ്യാപകന് പഠിപ്പിക്കാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ. യെസ്, ഓരോരുത്തർ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് ഒന്നോ രണ്ടാളുകൾ എങ്ങനെയെങ്കിലും പറയും. കൈ ഉയർത്തിയിട്ട് ഞാൻ മൈക്രോവേസ് വരാം. ആർക്കൊന്നും പറയാനില്ല. കുറച്ചൊക്കെ ഇസ്മായിൽ വലമാറും ബയാനം കയ്യും ഉയർത്തി താഴ്ത്തിയല്ലോ. ഓക്കെ, ഞാൻ ആദ്യമായി അത് ചെയ്യുകയാണ്. റൈറ്റ്, ആദ്യമായി ചെയ്യുന്ന ആളുകൾ ഇതിന്റെ മുമ്പ് ആദ്യം മുതൽ അറ്റൻഡ് ചെയ്ത് ആരോടെങ്കിലും ഒക്കെ ചോദിക്കണം. ഇതിലുള്ള മുഴുവൻ മീ ടു, അത് നല്ലൊരു പ്രയോഗമാണ് കേട്ടോ. മീ ടു, ഞാനും എന്നാണ് അതിന്റെ അർത്ഥം. മീ ടു എഴുതി വെച്ചിരിക്കുന്നത് ഒരു നല്ല യൂസേജാണ്. മീ ടു, ഞാനും. അതിന്റെ അർത്ഥമാണ് മീ ടു, ഞാനും. ഇതുവരെയുള്ള മുഴുവൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ ആരാളുള്ളത്? Nobody? I2. പക്ഷേ വാസ്തവത്തിൽ വേണ്ടത് I2 എന്നാണ്, Me too എന്നല്ല. ഗ്രാമാറ്റിക്കൽ നിങ്ങൾക്കത് തെറ്റുമാണ്. പക്ഷേ അവിടെ ഗ്രാമർ അത്ര ശരിയല്ലെങ്കിൽ പോലും വളരെ വ്യാപകമായി Me too എന്ന പ്രയോഗം വരുന്നുണ്ട്. വേണ്ടത് I2 എന്നാണ്. പക്ഷെ Me too വളരെ ശക്തിയായിട്ട് ഉപയോഗിക്കുന്നു. I2 തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സൈറ്റിൽ ഉണ്ട് എല്ലാ ക്ലാസുകളുടെയും റെക്കോർഡ് ഫയൽ. Yeah, Me too is a common use. That's right. Thank you. Me too. Okay. To me? No. ഇനി ആർക്കെങ്കിലും? വലൈക്കും അസ്സലാം. വേറെ സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? Is this class daily? Normally I
propose this daily, but maybe sometimes if there is a live one, we will not be able to do it. And if I am not free also, we will not be in a position to do it, inshallah, tomorrow also. What is the schedule? Normally it is 7 o'clock in the evening. Yes, inshallah. English to Gurunadan is Vettamani. Vettamaniയുടെ ബുക്ക് ദാറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. പക്ഷെ ഒക്കെ ഒരു വട്ടം വായിച്ചു വെക്കും എല്ലാവരും, ഉറക്ക വായിക്കൂല. വെട്ടമാണി സ്പോക്കണേക്കാൾ പോലെ അധികം പഠിക്കാൻ കഴിയുന്ന റിട്ടേൺ ഇംഗ്ലീഷാണ്. എത്രാമത്തെ എന്നത് ഒരു വാചകമായിട്ട് പറയും. അപ്പൊ ഞാൻ പറയാം, ഒരു സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു വാചകമായിട്ട് പറയും. Many of these listeners are not interested because the class is free. Okay, that's right. Vettamani, TOIM. ഈ വെറുതെ കൊടുക്കുന്നതിനൊന്നും അല്ലെങ്കിൽ വലിയ വിലയൊന്നുമില്ല. യെസ്, ഈസി സോ ഈസി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ദാറ്റ്സ് ഓൾസോ വെരി ഗുഡ് വൺ. യാ, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, ഡിക്ഷണറിയുടെ സോഫ്റ്റ്വെയർ വേണ്ടവർ PM ചെയ്യൂ. ഗുഡ്, താങ്ക് യു. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അതർവൈസ് ഐ ആം ഗോയിങ് ടു ക്ലോസ് ദ ക്ലാസ്. Anything you want to ask? No doubt. Okay, Bakar, you want to ask something? I am releasing the mic. Assalamu alaikum wa rahmatullahi wa barakatuh. Do you hear my sound? Hello? I asked it our sir who is taking the spoken English class. Okay, inshallah. We have many doubts. Not only I, but everyone okay, inshallah. I am studied English from that book which its name is English Gurunadan. When I studied in Baqiyat Salihah, then when I get free time, I will take for it many hours at night and other free time, but I did not get practice for it. When I studied it, I invest many friends
or talk English, but I did not get for practice, so I took it a return, inshallah. Alhamdulillah, thumma alhamdulillah for this class. Okay, inshallah. Assalamu alaikum wa rahmatullah. Alaikum assalam wa rahmatullah. Yes, can you hear me? Am I audible? Okay. ഇപ്പോൾ ഡോക്ടർ സാർ സംസാരിച്ചതുപോലെ പ്രാക്ടീസ് നമ്മൾക്ക് ഒന്ന് സ്വയം തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഒന്ന് ഉറക്കെ വായിക്കുക എന്നുള്ളൊരു പ്രാക്ടീസാണ്. പിന്നെ നമ്മൾ ഭ്രാന്തന്മാരെ ഒറ്റയ്ക്ക് പറയാ എന്നുള്ളത് ഒരു പ്രാക്ടീസാണ്. പ്രാക്ടീസ് ചെയ്യാൻ ഒരു സുഹൃത്തിനെ കണ്ടെത്തുക എന്നത് വേറൊരു രീതിയാണ്. എന്തൊക്കെയാണ് കേൾക്കേണ്ടത് എന്നാണ് ഒന്ന് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, നമുക്ക് കേൾക്കാവുന്നത് മറ്റുള്ളവരുടെ പരിസരത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ലിസൺ ടു അതേഴ്സ്, നമുക്ക് ശ്രമിക്കാം. പിന്നെ ലിസൺ ടു നേറ്റീവ് സ്പീക്കേഴ്സ്, ഇംഗ്ലീഷുകാര് നമുക്ക് എവിടെയെങ്കിലും സംസാരിക്കുന്നത് കാണാനിട വരികയാണെങ്കിൽ അത് ശ്രദ്ധിക്കാം. മറ്റൊന്ന്, നമുക്ക് റേഡിയോ ഇംഗ്ലീഷ് ന്യൂസ് ശ്രദ്ധിക്കാം, TV ന്യൂസ് ശ്രദ്ധിക്കാം, ഇംഗ്ലീഷ് സീഡികൾ വാങ്ങാൻ കിട്ടും, അത് ശ്രദ്ധിക്കാം. പിന്നെ യൂട്യൂബിൽ കണ്ടമാനമുണ്ട്. യൂട്യൂബ് മാത്രം മതി ഉപയോഗപ്പെടുത്തുന്നവര്. പിന്നെന്തോ ആരോട് അയച്ചില്ലേ, കുട്ടിയോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേൾക്കാൻ ഇതൊക്കെ കേൾക്കാവുന്നതാണ്. യൂട്യൂബിൽ ഒരുപാട് ഉണ്ട്, കുറച്ചൊന്നുമല്ല. BBC ന്യൂസ്, ഓൾ ഇന്ത്യ റേഡിയോ, ഇതൊക്കെ കേൾക്കാം. കേട്ടാൽ തന്നെ ഒന്ന് കേൾക്കുക മാത്രമല്ല, കേൾക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറഞ്ഞു നോക്കുകയും ചെയ്യാം. കേട്ടാൽ മാത്രം പോരാ, കേൾക്കുന്നത് പറയുകയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മെച്ചമുണ്ടാവും. അതൊക്കെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുക. എനിത്തിങ് എൽസ്? ഓക്കെ, ഡോക്ടർ ഓക്കെ, ഭാര്യമാരോട് സംസാരിക്കാം. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഗുഡ് സജഷൻ. I am raising the mic. Okay, fan is working very heavily. Okay, I will put it off. Thank you for bringing that thing to my notice. Okay, now I will raise the mic. Okay, inshallah. അപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞ് ഒപ്പിക്കാൻ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ട് മലയാളത്തിൽ തന്നെ ഒന്ന് രണ്ട് വിഷയങ്ങൾ ചോദിക്കുകയാണ്. നേരത്തെ കുറെ ആളുകൾ ഇവിടെ റൈസ് ഹാൻഡ് ചെയ്ത് മേലെ വരികയും പെട്ടെന്ന് കൈ താഴ്ത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്താ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഹലോ, ഇവിടെ നെറ്റ് സ്ലോ ഉള്ള സമയമാണിത്. സൗണ്ടോ ക്ലിയർ അല്ലേ? ഓക്കെ, ഇൻഷാല്ലാ സാറ് കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഠിക്കുന്ന കാലത്ത് കുറെ ഈ മാണിയുടെ ബുക്ക് നല്ല പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് കുരുനാഥ് എന്ന് പറയുന്നത് അത് കുറെ വായിച്ച് പഠിച്ചിരുന്നു. രാത്രി സമയത്ത് 12 മണിക്കൊക്കെ കോളേജിലെ ദർശി കിതാബുകളൊക്കെ മുത്താലെയ്തിന് ശേഷം രാത്രി 2ാം ദർശമൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ കിട്ടുന്ന ടൈമിലാണ് ഇതിന് ഇരിക്കല്. അങ്ങനെ കുറെ പ്രാക്ടീസിനെ പറ്റിയ ആളുകളില്ലാത്തത് കാരണം പിന്നെ ഒരു മടുപ്പൊക്കെ തോന്നി അങ്ങനെ എടുത്തു വെച്ചതാണ്. ഇൻഷാ അല്ലാഹ് സാറ് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ആവേശം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നത്
ഇവിടെ കുറെ ആളുകൾക്ക് സാറിനോട് സംശയങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് എനിക്കറിയാം. ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റി വരുമുള്ള പേടി കൊണ്ടാണ് ചില ആളുകളൊന്നും മൈക്കിലേക്ക് വരാത്തത്. നേരത്തെ സാറ് പറഞ്ഞു വെച്ചിരുന്നു, തെറ്റുകൾ വിളിച്ചു പറയണം, എന്നാലേ ഇതിൽ കൂടുതൽ പഠിക്കാൻ കഴിയുള്ളൂ എന്ന് സാറ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മൈക്കെടുത്തത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് കണ്ട് പഠിക്കലോടുകൂടെ ആ ക്ലാസ്സും കേൾക്കാൻ പറ്റിയ നല്ല നല്ല ആളുകളുടെ ഏതെങ്കിലും CD യോ DVD എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? നല്ല നല്ല CD-കൾ വെറും കേൾക്കൽ മാത്രമല്ല, അതിങ്ങനെ നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ഇട്ടാൽ ആ കാണുകയും കണ്ടുപഠിക്കാനും അതോടുകൂടെ വേണ്ട കാര്യങ്ങൾ അതിൽ കേട്ട് മനസ്സിലാക്കാനും പറ്റുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും CD-കൾ നമ്മുടെ വഫാസ് സാറിന്റെ പരിചയത്തിൽ ഇല്ലാതിരിക്കില്ല. ഒരുപാട് വലിയ വലിയ വേദികളിൽ ക്ലാസ് എടുക്കുന്ന ആളാണ് വഫാസ് സാർ. ഇവിടെ പാടന്തറ മർക്കസിലൊക്കെ വന്നിട്ട് ഡയറക്റ്റായി ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഗൂഡല്ലൂർ പാടന്തറ മർക്കസിന്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ആ രൂപത്തിലുള്ള CD-കളോ അതല്ലെങ്കിൽ ക്ലാസ് കേൾക്കാൻ പറ്റിയ വേറെ വല്ല മേഖലകളോ ഉണ്ടെങ്കിൽ സാർ വിശദീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ഉപകാരപ്രദമാവും. ഇൻഷാ അല്ലാഹ് ഇതുപോലെ മറ്റുള്ള ഫ്രീ ടൈമുകളിലൊക്കെ സാറ് വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട രൂപത്തിലുള്ള ക്ലാസ്സുകൾ എടുത്തു തരണം. Be very happy for your class. Okay, inshallah, I will release my for sir. Assalamu alaikum wa rahmatullah. CD-കൾ കേൾക്കുന്നുണ്ടോ? Namaste time. About Mufti Meng, that's right. യൂട്യൂബിൽ കണ്ടമാനുണ്ട്. മുഫ്തി മെങ്ക്, നോമാൻ എല്ലാം ഉണ്ട്. പിന്നെ CD-കളും മാർക്കറ്റിൽ കുറെ ലഭ്യമാണ്. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. മർക്കസ് കോംപ്ലക്സിൽ ചില CD-കൾ SYS ബുക്ക് സ്റ്റാളിൽ കാണുന്നുണ്ട്. ഇന്നത് എന്ന് കൃത്യമായി പറയാൻ പ്രയാസമുണ്ട്. ഏതായാലും CD-കൾ ലഭ്യമാണ്. എവിടെയെങ്കിലും കയറുക, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ CD ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നമുക്ക് അത് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയിട്ട് അതിൽ നിന്നെടുത്ത് CD രൂപത്തിലേക്ക് പകർത്തിയിട്ട് അങ്ങനെയും കേൾക്കാവുന്നതാണ്. കണ്ടമാനുണ്ട്. യൂട്യൂബിൽ കയറിയിട്ട് നിങ്ങൾ ലേണിംഗ് സ്പോക്കൺ ഇംഗ്ലീഷ് ത്രൂ മലയാളം അടിച്ചു നോക്കിയാൽ മലയാളത്തിലൂടെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഇത് യൂട്യൂബിലുണ്ട്. ഓക്കെ, ഇസ്ലാമിക് സ്പീച്ചസ് ഉണ്ട്. മെനി മോർ ഐറ്റം ആർ ദെയർ. ദാറ്റ്സ് റൈറ്റ്. കണ്ടമാനം ഐറ്റുണ്ട് യൂട്യൂബിൽ. നിങ്ങൾ പഠിച്ചു നോക്കിയാൽ കിട്ടുന്നതാണ്. ഏതായാലും ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി സംശയമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എനിക്ക് വേണ്ടി ഉപകാരപ്പെടണം എന്ന് പറയുന്നു. നാളെയും ഏകദേശം സ്പീക്കിംഗ് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് ലേണിംഗ്. ഞാൻ പറഞ്ഞില്ലേ, സംസാരം പഠിക്കാൻ ഞാൻ 6 തത്വം പറഞ്ഞത്. ആദ്യത്തെ 2 തത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലിസൺ ലാവിഷ്ലി ആൻഡ് സ്പീക്ക് ഫ്രീക്വന്റ്ലി. ലിസൺ ലാവിഷ്ലി ആൻഡ് സ്പീക്ക് ഫ്രീക്വന്റ്ലി. ഈ 2 കാര്യമാണ് കാര്യമായിട്ട് ചെയ്യാനുള്ളത്. അത് നിത്യവും ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുന്നു. ദ്വാരക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രാക്ടീസ്. അതിന് പകരം നിൽക്കാൻ വേറെ ഒന്നുമില്ല. ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക, കിട്ടുന്ന ചാൻസിൽ മുഴുവൻ പ്രാക്ടീസ് ചെയ്യാം എന്ന് മാത്രമല്ല, നല്ല താല്പര്യമുള്ള ആളുകൾക്ക് വെച്ചുകൊണ്ട് ഞാൻ നമ്മൾക്ക് ഒരു ക്ലബ്ബ് രൂപത്തിലേക്ക് ആക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ലേണേഴ്സ് ഫോറം, സെൽഫ് എന്ന് വരത്തക്ക രീതിയിൽ. സെൽഫ് ഇൻഷാ അല്ലാഹ് സെൽഫ് എന്ന പേര് SELF, സ്പോക്കൺ ഇംഗ്ലീഷ് ലേണേഴ്സ് ഫോറം. ദാറ്റ്സ് റൈറ്റ്. എന്നിട്ട് ഓരോരുത്തർക്ക് ഒരു നമ്പറൊക്കെ കൊടുക്കുക. അപ്പോഴൊക്കെ സീരിയസ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോരുത്തർക്ക് ഒരു നമ്പർ സ്ഥിരമായി കേൾക്കുക. എന്നിട്ട് പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ലേണേഴ്സ് ഫോറം. ദാറ്റ്സ് റൈറ്റ്. അതാണ് നമ്മൾ പേരിടാൻ ഉദ്ദേശിക്കുന്നത്. സെൽഫ് എന്ന് കിട്ടും. സെൽഫ് എന്ന വാക്കിനർത്ഥം നിങ്ങൾക്കറിയാമോ? സ്വയം എന്നുള്ള അർത്ഥമാണ് സെൽഫിനുള്ളത്. If anybody need last classes, please PM me. That's right. Thank you. So I am going to close this. Thank you very much